ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ ഇൻഫോർമേറ്റീവായ ഒരു കാര്യമാണ്. അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒന്നായ ഇഞ്ചിയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങൾക്കായി പറഞ്ഞു തരുന്നത്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന ഭക്ഷണമായ നെല്ലിക്ക അതെങ്ങനെ കഴിക്കണമെന്നും അതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ആദ്യത്തെ പാർട്ട് 1 നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് അതൊന്നുകൂടെ വേണമെങ്കിൽ കാണാത്തവർക്ക് കാണാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മുകളിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്യേണ്ടതാണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോകാം. ഞാനിവിടെ നിങ്ങൾക്കായി പറയുന്നത് ഇഞ്ചിയെക്കുറിച്ചാണ്. ഇഞ്ചി നമ്മൾ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ നമ്മളെ എങ്ങനെ സഹായിക്കുന്നു, നമ്മൾ ഇഞ്ചി എങ്ങനെ ഏത് വിധത്തിൽ നമ്മൾ കഴിക്കണം ഒക്കെയാണ് ഞാൻ നിങ്ങൾക്കായി ഇന്നിവിടെ പറഞ്ഞു തരുന്നത്. ഇഞ്ചി എന്ന് പറയുന്നത് ഒരു സുഗന്ധമുള്ള ഔഷധ സസ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇഞ്ചി മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ഒരു ഔഷധ സസ്യമാണ് ഇഞ്ചി. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഇഞ്ചി എന്ന് പറയുന്നത് ഒരു ചൂട് സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ചൂട് നൽകുകയും അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഇഞ്ചിയുടെ പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് പ്രധാനമായിട്ട് നോക്കാം. പിന്നെ നമ്മൾ സാധാരണ വയറുവേദന വരുന്നവര് ഇഞ്ചി എന്ത് ചെയ്യും, അരച്ച്, ചിലര് ഇഞ്ചി വായിലിട്ട് ചവച്ച് തിന്നും, അല്ലാതെ കുറച്ച് ചിലര് അതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ വയറുവേദന, അങ്ങനെയുള്ള വേദനകൾ, വയറുവേദന, തലവേദന, ഇഞ്ചി ചായ കുടിച്ചാൽ നമുക്ക് തലവേദന ഇല്ലാണ്ടാക്കാൻ പറ്റും. അങ്ങനെ വയറുവേദനയ്ക്കൊക്കെ മെയിനായിട്ട് നമ്മൾ ഇഞ്ചിയുടെ ഇഞ്ചി അരച്ച് കഴിക്കുകയോ വായിലിട്ട് ചവയ്ക്കുകയോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നു. അതുപോലെ ഇഞ്ചി വെള്ളം, ഇഞ്ചി ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നമ്മുടെ ശ്വാസകോശ സംബന്ധമായ എല്ലാ അസ്വസ്ഥതകളും മാറാൻ സഹായിക്കുന്നു. ജലദോഷം, ചുമ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പ്രായമുള്ളവരൊക്കെ പറയില്ലേ, നിങ്ങൾ ഇച്ചിരി ഇഞ്ചി എടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കും പിള്ളേരെ എന്നൊക്കെ പറയില്ലേ. അപ്പൊ നമുക്ക് ഇഞ്ചി എന്ന് പറയുന്നത് നമുക്ക് ചുമയ്ക്കും ജലദോഷത്തിനും ഒക്കെ ഉപയോഗിക്കാം, വയറുവേദനയ്ക്ക് ഉപയോഗിക്കാം, തലവേദന കുറയ്ക്കാം, സന്ധിവാതം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇഞ്ചി ഉപയോഗിക്കാം. ഇതിന്റെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടുക എന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാന ഉപയോഗം. ശരീരത്തിലുള്ള എല്ലാ വൈറസുകളും ബാക്ടീരിയകളും എതിർക്കാനൊക്കെ ഇഞ്ചി ഒരു ഔഷധ സസ്യമായതുകൊണ്ട് തന്നെ ഇഞ്ചി സഹായിക്കുന്നു. കൂടാതെ നമ്മുടെ രക്തക്കുഴലുകളിലുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും രക്തസമ്മർദ്ദം, അതായത് BP നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഇഞ്ചി. ഇനി ഈ ഇഞ്ചി മെയിനായിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഇഞ്ചി വെള്ളമായിട്ട് ഉപയോഗിക്കാം. അതായത് ഇഞ്ചി കഷ്ണങ്ങളായി വെള്ളത്തിൽ വേവിച്ചിട്ട്, അതായത് തിളപ്പിക്കുക. നമ്മൾ സാധാരണ എങ്ങനെയാണ് വെള്ളം തിളപ്പിക്കുന്നത് പോലെ തന്നെ ഇഞ്ചി നമ്മൾ അരിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. അതാണ് നമുക്ക് മെയിനായിട്ട് ആദ്യം സിമ്പിളായിട്ടുള്ള കാര്യം, എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ ചുമയും തൊണ്ടവേദനയും ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇഞ്ചിയും തേനും ഒക്കെ കൂടെ നീരാക്കി, ഇഞ്ചി നീരും തേനും കൂടെ ചേർത്ത് കുടിക്കും. അതായത് പച്ചയ്ക്ക് തന്നെ നമ്മൾ ഇഞ്ചി എന്ത് ചെയ്യും, അരിഞ്ഞിട്ട് തേനുമായിട്ട് അതിൻ്റെ നീരെടുക്കും. എന്നിട്ട് തേനും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇഞ്ചിയും തേനും കൂടെ നമ്മൾ കുടിക്കും. അത് നമുക്ക് ചുമയും തൊണ്ടവേദനയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ ആരോഗ്യം കിട്ടാൻ വേണ്ടി നമുക്ക് ചായയിൽ ഇഞ്ചി ചായ തിളപ്പിച്ചു, തലവേദനയൊക്കെ ഉള്ളൊരു പണ്ട് പ്രായമുള്ളവരൊക്കെ പറയും ഇഞ്ചി ചായ തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലവേദന കുറയും എന്നൊക്കെ പറയും. അപ്പൊ ഇഞ്ചി ചായ. പിന്നെന്ന് പറയുന്നത് ഇഞ്ചി പൊടിയാക്കി ചൂടുവെള്ളത്തിലോ പാലിലോ ഒക്കെ കലർത്തി പൊടിയാക്കി കുടിക്കുക. അതായത് നമ്മൾ ഇഞ്ചി സാധാരണ കഴുകി വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് നമുക്കത് പൊടിയാക്കി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇഞ്ചി വെളിച്ചെണ്ണയാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ വെളിച്ചെണ്ണ, നമ്മുടെ വെളിച്ചെണ്ണ എടുത്ത് ഇഞ്ചിയിട്ട് എണ്ണ കാച്ചി ശരീരവേദന ഉള്ള ഭാഗത്തൊക്കെ പുരട്ടാൻ. നമുക്കിപ്പം നടുവേദന ഉണ്ട്, നടുവേദന പുരട്ടാം. ഇതൊക്കെ പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ള അറിവുകളാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ ആയുർവേദത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആയുർവേദ ഡോക്ടേഴ്സൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് എന്തൊരു സാധനത്തിനും ഇഞ്ചി
തേൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഞ്ചി നീര്, തേൻ, ചുമയും കഫക്കെട്ടൊക്കെ ഉള്ളവർക്ക് മെയിനായിട്ട് ഇതൊക്കെ പോകാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇഞ്ചി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് ഇഞ്ചി കഴിക്കുന്നതിലൂടെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. വേറെ ഒന്നും വേണ്ട, നിങ്ങൾ എല്ലാവരും വേണമെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ചൂടുവെള്ളമാക്കി, അതായത് ഇഞ്ചി നല്ല രീതിയിൽ തിളപ്പിച്ച് സാധാ നമ്മൾ വെള്ളം കുടിക്കുന്നത് പോലെ ഇഞ്ചി വെള്ളം കുടിച്ചാൽ മതി. നമ്മുടെക്ക് എന്താണ് സംഭവിക്കുന്നത്, രോഗപ്രതിരോധ ശേഷി കൂടുന്നതായിരിക്കും. അപ്പം എൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇഞ്ചിയെക്കുറിച്ചാണ്. ആദ്യത്തെ വീഡിയോ ഞാൻ നെല്ലിക്കയെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇഞ്ചിയെക്കുറിച്ച് ഇപ്പം ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞു. ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ വരാം. അത് നമ്മൾ മൂന്നാമത്തെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഏതാണെന്നുള്ള മൂന്നാമത്തെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മുകളിലുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.